ലഞ്ച് ബോക്സിലേക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഇത്. തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ ഓഫീസിലേക്കൊക്കെ നമുക്ക് കൊടുത്തുവിടാം. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 2 ടേബിൾ സ്പൂണോളം നമ്മൾ എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ജീരകവും പട്ട, ഗ്രാമ്പൂ, ഏലക്ക, വഴനയിലൊക്കെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ഇത്തിരി കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ ഒരു സവാള ചെറുതായി അരിഞ്ഞതും 2-3 പച്ചമുളകും കൂടിയും ചേർക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണ് കേട്ടോ. തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി ക്യാരറ്റും ഇതും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് മിക്സ് ചെയ്ത് ക്യാരറ്റ് അതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറി വരണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡറാണ്. അപ്പോൾ വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടിയും ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറി വരുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ വേറെ പൊടികളൊന്നും ഇതിൽ ചേർക്കുന്നില്ല, എന്നാലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് വേവിച്ച് ഊറ്റി വെച്ച ബസ്മതി അരിയാണ്. 1/2 കപ്പ് അരി വേവിച്ചാണ് കേട്ടോ നമ്മളിതിൽ ചേർക്കുന്നത്. 1/4 കപ്പ് തേങ്ങ ചിരവിയതും കൂടിയും ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പും 1/2 ടേബിൾ സ്പൂൺ പശുനെയ്യും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറുനാരങ്ങേൻ്റെ നീരും കൂടിയും ചേർത്തിട്ട് എല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ക്യാരറ്റ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ നല്ലപോലെ ഇഷ്ടമാകും. ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട കേട്ടോ. ഇനിയിപ്പോൾ കറി നിർബന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സാലഡ് കൂട്ടി കഴിക്കാം. നമ്മൾ തൈര് സാലഡ് ഉണ്ടല്ലോ, അത് മാത്രം മതിയാകും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. താങ്ക്